നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ വാരഫലമാകുന്നു. ഈ വാരഫലത്തിൽ നാം ചിന്തിക്കുന്ന ദിനങ്ങൾ 2025 മെയ് 24 മുതൽ മെയ് 31 വരെയുള്ള 7 ദിവസങ്ങളാകുന്നു. ഒരു ശനിയാഴ്ച മുതൽ മറ്റൊരു ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ, അതായത് 1200 ഇടവമാസം 10-ാം തീയതി ശനിയാഴ്ച മുതൽ 17-ാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്തിൽ കാര്യമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റം പ്രധാനമായും വന്നത് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാഹു അപ്രകാരം തന്നെ എവിടത്തേക്ക് വന്നു? 11-ാം ഭാവത്തിലേക്ക് വന്നു. ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാകുന്നു. രാഹു 11-ാം ഭാവത്തിൽ വരുമ്പോൾ രാഹുവിൻ്റെ പുച്ഛമായ വാലായ കേതു ചിങ്ങത്തിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞു. ഇനി കാര്യമായി മാറുവാനുള്ള ഗ്രഹങ്ങൾ, ശുക്രൻ മേടൻ രാശിയിലേക്ക് വരും ഇടമാസം 17-ാം തീയതി 31-ാം തീയതിയിൽ. അതിനു പുറമെ ജൂൺ ആദ്യവാരം ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ബുധനും ശക്തമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ബാധിക്കും മേടം മുതൽ മീനൻ രാശിക്കാരെ എന്ന വിഷയമാണ് ഈ വാരഫലത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലത്തിൽ ധനുരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന വിഷയമാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഈ ഒരു വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് ധനുരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ഇന്ന് ധനുരാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ രാഹു, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശുക്രൻ, ശനി, 6-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 7-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ കേതു. ധനുരാശിക്കാരെ പറ്റി ആദ്യം പറയുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഒരു പ്രധാന ശ്ലോകത്തിൻ്റെ ഭാഗമുണ്ട്. പിതൃധനി, പിതാവിൻ്റെ ധനം ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്ന രാശിയാണ് ധനുരാശി. 12 രാശികളിലും പറഞ്ഞിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫലമാകുന്നു പിതൃധനി. പലപ്പോഴും അച്ഛൻ്റെ സ്വത്ത്, അച്ഛൻ്റെ പൈതൃകമായ ധനം, അച്ഛൻ്റെ വ്യവസായം അല്ലെങ്കിൽ അച്ഛനുണ്ടാക്കി വെക്കുന്ന സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന രാശിയാകുന്നു ധനുരാശിക്കാർ. സ്വതവേ ധനുരാശി കൃതിക രാശി എന്നാണ് പറയുക. ഒരു ദൈവനിയോഗം പോലെ തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന 3 രാശികളാണ് ജ്യോതിഷത്തിലുള്ളത്. കൃതികഭേ യത് ജനനം കൃതികഭേ ദൈവനിയോഗാദുപേത്യ സകല ജനാഹ ധനമസ്മൈ ദദ്യുഹു എന്നാണ് പ്രമാണം. കൃതിക രാശി ആരൂഢമായി വരുമ്പോൾ മേടം, ചിങ്ങം, ധനു ഒരു ദൈവനിയോഗം പോലെ തൻ്റെ കാര്യങ്ങൾ നടക്കും എന്നാണ്. എന്ത് ക്ലേശങ്ങൾ ഉണ്ടായാലും അവസാനം ഒരു ദൈവികമായ അനുഗ്രഹമുള്ള രാശിയാണ് മേടവും ചിങ്ങവും ധനുസ്സും. ഇത് ഫയറി സൈൻസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ നാം പറയും. ആഗ്നിക രാശികളാണ്. ധനുരാശിക്കാർക്ക് ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഇവിടെ ചാരവശാൽ 7-ൽ വ്യാഴം വന്നിരിക്കുന്നു. ഈ ഒരു വാരത്തിൻ്റെ പ്രത്യേകത 4-ാം ഭാവത്തിൽ ചന്ദ്രനും കേന്ദ്രസ്ഥനായ 7-ാം ഭാവത്തിൽ വ്യാഴവുമുണ്ട്. ഇതൊരു കേസരി യോഗമാണ്. ഈ യോഗത്തിന് നല്ലൊരു ഗുണഫലം അനുഭവിക്കാൻ ധനുരാശിക്കാർക്ക് കഴിയും. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു അച്ഛൻ്റെ പൂർവികമായ ധനം എന്നൊരു വിഷയം ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം നിൽക്കുന്നത് ശത്രുസ്ഥാനത്ത് 6-ാം ഭാവത്തിലാണ്. അതിനാൽ പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തടസ്സങ്ങൾ, ക്ലേശങ്ങൾ, രേഖാപരമായ പ്രയാസങ്ങൾ, അച്ഛൻ ശത്രുവായി മാറുക, അല്ലെങ്കിൽ അച്ഛന് രോഗാദി അരിഷ്ടതകൾ പിടിപെടുക, അല്ലെങ്കിൽ അച്ഛനെ മകന് നോക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാകുന്നു. 6-ൽ ചന്ദ്രൻ വന്നാൽ മകന് അമ്മയെ നോക്കേണ്ട യോഗമില്ല. അപ്രകാരം നാം ചിന്തിക്കണം. 6-ൽ സൂര്യൻ വരുമ്പോൾ അച്ഛനെ നോക്കേണ്ട യോഗം വരാതിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് അച്ഛന് രോഗാദി അരിഷ്ടതകളും അച്ഛനുമായി ബന്ധപ്പെടുന്ന പൂർവികമായ സ്വത്ത് സംബന്ധിച്ച തടസ്സങ്ങളും ശത്രുതകളും വരും. രേഖാപരമായ ബുധൻ നിൽക്കുന്നത് 6-ലാണ്. രേഖ സംബന്ധിച്ച് ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുക്കളും ധാരാളം വരും 6-ൽ ബുധൻ വരുമ്പോൾ. ഈ കർമ്മമേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കണം. 6-ൽ ബുധൻ വരുമ്പോൾ വിരോധോ ജനാനാം നിരോധോ രിപൂണാം പ്രബോധോ യതീനാം ച രോധോനിലാനാം എന്നൊരു ഫലം പറയുമ്പോൾ
ജനങ്ങളുമായി ശത്രുത വരിക, ശത്രുക്കൾ തൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. അത് വളരെയധികം ശ്രദ്ധിക്കണം. ശത്രുജന്യമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരുന്ന വാരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ബുധേ സദ്വേന ആപഹാരോ നിധീനാം ബലാദർത്ഥകൃത് സംഭവേ ശത്രുഭാവേ. അന്യൻ്റെ മുതൽ ശക്തമായി തന്നിലേക്ക് വരും, താൻ ആകർഷിച്ചിങ്ങെടുക്കും എന്നൊരു ഫലമുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. 6-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ വലിയ വലിയ കൈക്കൂലി കേസുകളിലൊക്കെ പെട്ടുപോകുന്നൊരു സമയമാണ്. അതിനാൽ രേഖാപരമായ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ, ആധാരം, വില്ലേജ് ഓഫീസ് മുതൽ താലൂക്ക് ഓഫീസ് മുതൽ വരുന്ന തഹസിൽദാർ തസ്തികയിൽ വരുന്ന ആളുകളൊക്കെ ഏതെങ്കിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബ്രൈബ്, കാശ് വാങ്ങുമ്പോൾ പിടിക്കപ്പെടുക. അങ്ങനെ ശത്രുക്കൾ ആ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കും. അതിനാൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അത് ഏത് ട്രാൻസ്പോർട്ട് മുതൽ വരുന്ന ഏത് മേഖലയിൽ, സെയിൽ ടാക്സ് മുതൽ വരുന്ന ജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥർ, തനിക്ക് പേരുദോഷം വരും, മാനഹാനി വരും, പലപ്പോഴും വീട്ടിലിരിക്കേണ്ടി വരും ഈ ഒരു സമയം. അതിനാൽ ബുധൻ മിഥുനത്തിലേക്ക് മാറുന്നത് വരെ വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കണം ധനു രാശിക്കാർ. പിതാവ് അനാരോഗ്യവുമായി ബുദ്ധിമുട്ടുന്ന സമയത്താണെങ്കിൽ നിർബന്ധമായും അവരുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കണം. അപ്രകാരം തന്നെ ശത്രുദോഷം മാറാൻ വേണ്ടി നല്ല ഒരു നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കുക. വളരെയധികം മാറ്റങ്ങൾ വരും. 4 ശുക്രനാണ്. വാഹനസുഖം, ആഡംബര സുഖങ്ങളൊക്കെ വരും. സന്താനങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. ഇവിടെ സന്താനപതിയായ ഗ്രഹം ചൊവ്വ അഷ്ടമത്തിൽ വളരെ ദുർബലമായി നിൽക്കുന്നു. അതിനാൽ സന്താന വിഷയത്തിൽ ജൂൺ മാസം ആദ്യ വാരം വരെ വളരെയധികം ശ്രദ്ധിക്കണം. ആര്? ധനുരാശിക്കാർ. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ചും കൂടി ലക്ഷ്യൂറിയസായി നന്നായി ജീവിക്കാം. ഭൂമി വാങ്ങാൻ വളരെ അനുകൂലമാണ്. വീടിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വീടിൻ്റെ കുറ്റിയടി, സ്ഥാപത്യ കർമ്മങ്ങളൊക്കെ ഈ വരുന്ന മാസങ്ങൾ വളരെ നല്ലതാണ്. മേടമാസവും ഇടവമാസവും. അത് കഴിഞ്ഞാൽ പിന്നെ കോൺ മാസമാണ് മിഥുനമാസം, പിന്നെ കർക്കിടകമാണ്. നാം ഒന്നും ചെയ്യില്ല. അതിനാൽ ജൂൺ 14 വരെയുള്ള സമയത്തിനിടയിൽ ഗാർഹികമായ, ഗൃഹസംബന്ധമായ ഏത് പ്രവർത്തനങ്ങൾക്കും തൽക്കാലം കടം വാങ്ങിയിട്ടാണെങ്കിലും അനുകൂലമായി ചെയ്യുക. സാമ്പത്തികമായ വിഷയത്തിലേക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ലോണുകൾ മുതലായവ വളരെ അനുകൂലമായി തനിക്ക് ലഭിക്കുവാനുള്ള നല്ല സമയമാണ്. 2 വിഷയങ്ങൾ ശ്രദ്ധിക്കുക. രേഖാപരം, ശത്രുജന്യമായ ബുദ്ധിമുട്ടുകൾ. ശാരീരികമായി അഷ്ടമത്തിൽ ചൊവ്വയാണ്. അതിനാൽ പലപ്പോഴും തൻ്റെ ധനം കൈവിട്ടു പോയാൽ തനിക്ക് തിരിച്ച് ലഭിക്കില്ല. പൈൽസ്, കണ്ണുകൾ ഇവയെ വളരെയധികം ശാരീരികമായി ശ്രദ്ധിക്കേണ്ടുന്ന സമയവുമാണ്. പല പ്രാവശ്യവും കയറി ഇറങ്ങേണ്ടി വരും. 8-ൽ ചൊവ്വ വന്നാൽ അങ്ങനെയാണ് ഫലം. പ്രയത്നികതയെ ഭൂയതേച്ച ഉപസർഗേഹി. എത്ര യത്നിച്ചാലും തടസ്സങ്ങൾ വരും. അതിനാൽ ഈ തടസ്സങ്ങൾ മാറാൻ കർമ്മമുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക. വളരെയധികം മാറ്റങ്ങൾ ധനുരാശിക്കാർക്ക് വരുന്നതാണ്. എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.